എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ്കുമാർ. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. എന്താണ് മൈഗ്രെയിൻ? എന്താണ് മൈഗ്രെയിൻ്റെ രോഗലക്ഷണങ്ങൾ? മൈഗ്രെയിൻ വരുന്നതിന് മുൻപ് അതിൻ്റെ സിംറ്റംസ് നമുക്ക് അറിയുവാൻ സാധിക്കുമോ? മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ? മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അസഹനീയമായുള്ള വേദന നമ്മൾക്ക് തുടങ്ങുന്നതായിരിക്കും. ആ സമയത്ത് ഇവർക്ക് അതിഭയങ്കരമായ പേഷ്യൻസിന് ഭയങ്കര ദേഷ്യം വരും. ഈ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസിന് ഭയങ്കര ദേഷ്യത്തിന് ചാൻസ് ഉണ്ട്. അതവർ സ്വാഭാവികമായുള്ള ദേഷ്യമൊന്നുമല്ല, ഈ അസുഖം കൊണ്ടുള്ള ദേഷ്യമാണ് അവർക്ക് ഈ വരുന്നത്. അത് നമ്മൾക്കൊന്ന് സഹിച്ചേ പറ്റും ഈ മൈഗ്രെയിൻ പേഷ്യൻസിൻ്റെ അടുത്ത്. പിന്നെ അവർക്ക് വെളിച്ചം കാണുന്നത് ഭയങ്കരമായുള്ളൊരു അലർജി മാതിരി തോന്നും. സൗണ്ട് കേൾക്കാനേ പറ്റില്ല അവർക്ക്. പിന്നെ ഇടയ്ക്കിട്ട് ഇങ്ങനെ തെറിക്കുന്ന മാതിരിയുള്ള വേദന വരുമ്പോൾ നമുക്ക് ഒരു തെറിക്കുന്ന മാതിരിയുള്ള ഒരു വേദന ഉണ്ടായിരിക്കും. ഇങ്ങനെ സൈഡിലായിട്ട് കണ്ണിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സൗണ്ടിനൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അവർ റൂമിൽ പോയിട്ട് അടച്ചിട്ട് സുഖമായിട്ട് കിടക്കും. ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ചില മൈഗ്രെയിൻ പേഷ്യൻസിന് എനിക്ക് വരാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നത്, അവർ ആലപ്പുഴയിൽ നിന്നാണ് ആ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് മൈഗ്രെയിൻ വന്ന് സിവിയർ പെയിൻ വരുമ്പോൾ അവർ തലയിൽ ഭിത്തി കൊണ്ട് ഇടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നോട്. 39 വർഷം മുകളിലായിട്ടുണ്ടായിരുന്നു ആ പേഷ്യൻറ്റിന് മൈഗ്രെയിന് വന്നിട്ട്. നമ്മളുടെ സെന്ററിൽ വന്നിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടാണ് അവർ പോയത്. മൈഗ്രെയിൻ ഒരു ഞരമ്പ് സംബന്ധമായ അസുഖമാണ്. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റിയുടെ ഒരു ഭാഗത്തായിട്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ശക്തിയായിട്ട് വേദന ഉണ്ടായിരിക്കും. കാഴ്ചയ്ക്ക് മങ്ങൽ പോലെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾക്ക്. ഇതെല്ലാം മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. നമുക്ക് ഉറപ്പിക്കാം മൈഗ്രെയിൻ്റെ ചികിത്സ ചെയ്യണം, അല്ലെങ്കിൽ മൈഗ്രെയിൻ വീണ്ടും നമുക്ക് വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മൈഗ്രെയിൻ നമ്മൾക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ചികിത്സ എടുത്തേ പറ്റൂ. നിങ്ങൾക്ക് 1, വെള്ളം നന്നായി കുടിക്കണം. വെള്ളം കുടിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ചാൻസ് കൂടുതലാണ്. 2, സമയാസമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 7 to 8 ആണെങ്കിൽ 7 to 8 തന്നെ ആക്കുക. 8 to 9 ആണെങ്കിൽ 8 to 9 ആക്കുക. 9 to 10 ആണെങ്കിൽ 9 to 10 ആക്കുക. ആ സമയനിഷ്ഠ നമുക്ക് ഉണ്ടായിരിക്കണം. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്ക് മൈഗ്രെയിന് ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ ഒരുപാട് ചികിത്സകളിൽ കൂടി നമ്മൾ ഈ സ്റ്റോറി ചോദിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലബന്ധമുള്ള ആൾക്കാർ മലബന്ധം ഒഴിവാക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ അതിനുള്ള എന്തെങ്കിലും മരുന്നുകളോ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മലബന്ധം ഒഴിവാക്കാനായിട്ട് ദിവസവും മരുന്ന് കഴിക്കുക അല്ല വേണ്ടത്. അതിന് നമ്മൾ ഭക്ഷണത്തിൽ കൂടിയുള്ള ക്രമീകരണമാണ് നമ്മൾ വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മൈഗ്രെയിൻ ചാൻസുകൾ ഒരുപാട് ഒഴിവായി കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ എന്താണ് വിരുദ്ധാഹാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരുദ്ധാഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. വിരുദ്ധാഹാരങ്ങൾ മൈഗ്രെയിനെ ക്ഷണിച്ചു വരുത്തുന്നതിന് വളരെ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഇലക്കറികളും പച്ചക്കറികളും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. നാരുകളടങ്ങിയ ഇലക്കറികൾക്ക് മൈഗ്രെയിനെ തടുത്തു നിർത്തുവാനുള്ള ശക്തിയുണ്ട്. ഹോട്ടൽ ഫുഡ് നമ്മൾ കൂടുതലായിട്ട് വീട്ടിൽ വാങ്ങി ഉപയോഗിക്കരുത്. വല്ലപ്പോഴും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഹോട്ടൽ ഫുഡ് കഴിക്കാം. ചില വീടുകളിൽ സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കണം. കാരണം പല ഹോട്ടൽ ഫുഡുകളിലും അജിനോമുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അജിനോമുട്ട മൈഗ്രെയിൻ വരുത്താനായിട്ട് ക്ഷണിച്ചു വരുത്തുവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഫാസ്റ്റ് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കിയേ പറ്റൂ. മൈഗ്രെയിൻ ഉള്ളവർ കോഫി ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർ രാത്രിയിൽ ഒരു നിശ്ചിത സമയം ഉറങ്ങുക തന്നെ വേണം. 6 to 7 hours നിർബന്ധമായിട്ടും മൈഗ്രെയിൻ ഉള്ളവർ ഉറങ്ങിയിരിക്കണം. ഉറങ്ങുന്ന സമയത്ത് ഫോൺ കട്ടിലിന്റെ തലയുടെ ഭാഗത്ത് വെച്ച് യാതൊരു കാരണവശാലും കിടന്നുറങ്ങാൻ പാടുള്ളതല്ല. എല്ലാ സെൽഫോണുകളും നന്നായിട്ട് റേഡിയേഷൻ നമ്മളുടെ തലയിലേക്ക് തരുന്നതായിരിക്കും. മൈഗ്രെയിൻ ഒരുപാട് കൂട്ടുവാനും ദീർഘകാലത്തോളം നമ്മളെ മൈഗ്രെയിൻ രോഗിയായിട്ട് കൊണ്ടു നടക്കുവാനും ഈ സെൽഫോൺ തലയുടെ ഭാഗത്ത് വെച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ടുള്ള ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. ഇനി നമ്മൾക്ക് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് ഇതിനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. മിനിമം 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യണം.
സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ല, നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ടെൻഷനുണ്ട്, അത് എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ആ സമയങ്ങളിലെല്ലാം നമുക്ക് ദിവസവും ഒന്നില്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെസ്സിനും ടെൻഷനും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കണ്ണിൻ്റെ സ്ട്രെയിൻ നമുക്ക് നന്നായിട്ട് കുറയ്ക്കണം. ഒരുപാട് സമയം മൊബൈൽ നോക്കിയിരിക്കുക, TV കണ്ടുകൊണ്ടിരിക്കുക, അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കുറയ്ക്കുന്നത് മൈഗ്രെയിനെ നമ്മൾ കുറച്ച് അകറ്റി നിർത്താനായിട്ട് നമുക്ക് സഹായിക്കും. ഇത്തരത്തിൽ എല്ലാം ചെയ്തുകൊണ്ട് മൈഗ്രെയിനെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കി നിർത്തുവാൻ പറ്റുന്നതായിരിക്കും.